നമസ്കാരം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കലുങ്ക് സൗഹാർദ്ദ സദസ്സ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രോഗ്രാം ഇരിഞ്ഞാലക്കുടയിൽ നടത്തിയിരുന്നു. അപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം ലഭിക്കാത്ത അല്ലെങ്കിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകൾക്ക് പണം ലഭിക്കാത്ത വിഷയം ആ ഒരു സംവാദത്തിൽ ഒന്നുകൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നാടിന്റെ വികസനം ഏതെല്ലാം തരത്തിൽ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന സമയത്താണ് പണം ലഭിക്കാത്ത ആളുകൾ സുരേഷ് ഗോപിയുടെ മുന്നിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ നിക്ഷേപകരായിട്ടുള്ള ആളുകൾക്ക് പണം ലഭിക്കാത്തെന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ മുതൽക്കേ തന്നെ സമരത്തിലുണ്ടായിരുന്ന ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ BJP കൗൺസിലറായിട്ടുള്ള ശ്രീ ഷാജുട്ടൻ ചേട്ടൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ, എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ പറയുന്ന CPM നേതൃത്വം നൽകുന്ന ഭരണസമിതിയുള്ള കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിക്ഷേപകരായിട്ടുള്ള ആളുകളെ പണം നഷ്ടപ്പെട്ടിട്ട് അത് തിരിച്ച് ഇപ്പോഴവർ കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഇത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു കൊള്ളയാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് സഹകരണ മേഖലയിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു നാണക്കേടും കൂടിയാണ് ഈ തട്ടിപ്പ്. ഇവിടെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ്, നമ്മൾ ഏത് ബാങ്ക് ആയാലും നിക്ഷേപം വളരെ പ്രധാനപ്പെട്ടതാണ്. നിക്ഷേപത്തിന് അനുസൃതമായിട്ടാണ് ലോൺ കൊടുക്കുക. ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018-19 കാലയളവിൽ അന്നത്തെ ഓഡിറ്റർ ആയിരുന്ന ഷേർലി മാഡത്തിന്റെ റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ലോണുകൾ മുഴുവനും വ്യാജ ലോണുകളാണ്. ഇല്ലാത്ത ആധാരത്തമ്മൾ പോലും വ്യാജ ഡോക്യുമെന്റുകളാണ് ലോണുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നിലങ്ങൾക്ക്, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു വസ്തുവിനെ വാല്യുവേഷന് പോയി കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ വാല്യുവേഷന്റെ 1/3 ലോൺ തുക കൊടുക്കുക. പക്ഷെ ഇവിടെ 3 മടങ്ങ് ഇരട്ടിയായിട്ടാണ് ഇവിടെ ലോൺ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫുൾ തട്ടിപ്പാണ്, വ്യാജ ലോണുകളാണ്. ഈ ബാങ്കിൽ വരാത്ത ആളുകൾക്ക് വരെ പോലും ലോൺ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നെല്ലായിലുള്ള ഒരാളുടെ പാടത്തമ്മ ലോൺ 2 കോടി ലോൺ, അതുപോലെ തന്നെ അന്നത്തെ നമ്മുടെ കിരണിന്റെ നേതൃത്വത്തിലുള്ള വ്യാജ ലോണുകൾ, പല ആളുകളുടെ പേരിലും വ്യത്യസ്തമായ രീതിയിലുള്ള വ്യാജ വായ്പകളാണ് എടുത്തിട്ടുള്ളത്. ബിജോയി അതേപോലെ തന്നെയുള്ള ആളുകളൊക്കെ ഈ ബാങ്കിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ലോണുകൾ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയും കിരൺ അടക്കമുള്ള ആളുകൾ കൊണ്ടുപോയതിന്റെ ഭാഗമായിട്ടാണ്. ഈ ലോണുകളിലൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വസൂലാക്കാൻ പറ്റണില്ല. ഇതൊക്കെ ED ഇവരുടെ സ്വത്തുക്കൾ 128 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. ആ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ അത് സർക്കാർ ഏറ്റെടുക്കണം. ഇവിടെ കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസുവൻ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുത്ത് അതിന്റെ ലേലം നിശ്ചയിച്ചുകൊണ്ട് ലേല നടപടികൾ പൂർത്തീകരിച്ച് അങ്ങനെ അത് ക്യാഷാക്കണം. ED കണ്ടുകെട്ടിയിട്ടുള്ളത് പ്രധാനമായിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പങ്ക് എന്താണ് ഈ ഒരു സംഭവത്തിൽ? ഇതിൽ നമുക്ക് അറിയാം, ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് CPMന്റെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ അവിടെ ജോലി ചെയ്യുന്ന സഖാക്കളുടെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് വലിയ തോതിലുള്ള അന്വേഷണങ്ങൾ EDയും മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇത് ഏരിയ കമ്മിറ്റി തുടങ്ങി, ലോക്കൽ കമ്മിറ്റി തുടങ്ങി, ജില്ലാ കമ്മിറ്റി തുടങ്ങി, സംസ്ഥാന കമ്മിറ്റി തുടങ്ങി. അവസാനം ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു പാർട്ടിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. MM വർഗീസിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ കെ രാധാകൃഷ്ണന്റെ പേരടക്കമുള്ള ആളുകൾ, AC മൊയ്തീന്റെ പേരടക്കമുള്ള MK കണ്ണന്റെ പോലെയുള്ള ആളുകൾ. ഇപ്പൊ അവസാനം ഞാനൊരു ചുരുക്കം പറയാണ്, DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സന്ദേശം പുറത്തേക്ക് വന്നു, ശരത്തിന്റെ. ആ ഫോൺ സന്ദേശത്തിൽ എന്താ പറയുന്നത്? തൃശ്ശൂര് മാർക്കറ്റിൽ ചെറിയൊരു കച്ചവടം ചെയ്യാമെന്നാണ്. ഞാൻ ഏത് കച്ചവടം എന്ന് പറഞ്ഞ് ഞാൻ ആളുകളെ മോശപ്പെടുത്തുന്നില്ല. ആ കച്ചവടം ചെയ്യാമെന്ന ആള് ഇന്ന് കോടിക്കണക്കിന് സ്വത്ത് സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. AC മൊയ്തീൻ വലിയ ഫിനാൻഷ്യൽ ഡീലാണ്. ആ ഡീലുകളാണ് ഇവിടെ വെളപ്പായ സതീശൻ അടക്കമുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് വ്യാജ ലോണുകൾ ഉണ്ടാക്കിക്കൊണ്ട് അത്തരം ആളുകൾക്ക് ലോൺ കൊടുത്ത് ഇവിടുത്തെ സാധാരണക്കാരായ നിക്ഷേപം ക്രയവിക്രയം വളരെ മോശമായി ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ദുഷ്സ്ഥിതി വന്നിട്ടുള്ളത്. ഇതിനി തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത് ഈ ബാങ്കിൽ ഇൻട്രസ്റ്റ് പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് പോലും നിക്ഷേപത്തിന്റെ കൊടുക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ലേറ്റസ്റ്റ് അറിയാൻ കഴിയുന്നത്. കാരണം ഫണ്ട് കഴിഞ്ഞു. ഇനി ഇതൊക്കെ റിയലൈസ് ചെയ്ത് വരണം.
ഈ ലേല നടപടികൾ ലോൺ കൊടുത്തിട്ടുള്ളത് 150 കോടിയുടെ ലോൺ റിക്കവറി ചെയ്യാനുണ്ടെന്നാണ് നമ്മൾ സെയിൽ ഓഫീസറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്. ഇതൊന്നും റിക്കവറി ചെയ്യാനുള്ള ഇതിന്റെ പ്രൊസീജിയറുകളോ ലേലങ്ങളോ ഈ ലേലത്തിൽ വരുമ്പോൾ തന്നെ ആരും തന്നെ എടുക്കാൻ ഇപ്പൊ ഈ സർക്കാർ തന്നെ സ്റ്റേറ്റ് തലത്തിൽ സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ട് പോലും വരുന്നില്ല. കാരണം ഇവർ കൊടുത്തിരിക്കുന്ന ലോൺ അല്ലെ 1 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി അതിന് വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടുത്തെ സഹകരണ ബാങ്കിന്റെ മുന്നത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സഖാക്കന്മാരുടെയൊക്കെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് അത് 1 ലക്ഷത്തിന് പകരം കൊടുത്തിട്ടുള്ളത് 10 ലക്ഷമാണ്. പിന്നെ ആരാണ് ഈ സ്ഥലം വാങ്ങുക? ഈ സ്ഥലമൊന്നും ഒരാളും വാങ്ങാൻ പോകുന്നില്ല. കാരണം ബാങ്കിന് നഷ്ടം തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പൊ നിക്ഷേപകരുടെ തുക തിരിച്ചു കിട്ടാൻ ഈ ബാങ്കിലെ സ്വത്തുക്കൾ ലേലം ചെയ്തത് കൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാവില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൺസോർഷ്യ അല്ലെങ്കിൽ കേരള ബാങ്കുമായി ബന്ധപ്പെട്ടോ മറ്റേതെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ എയ്ഡ് ഇവിടുത്തെ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകുന്നതിനുള്ള നടപടി ഉണ്ടാകണം. അതിന് പ്രത്യേകിച്ച് ഈ വിഷയം നടക്കുന്നത് നമുക്കറിയാം ബിന്ദു ടീച്ചറുടെ മണ്ഡലത്തിലാണ്. മന്ത്രിയാണ് ബിന്ദു ടീച്ചർ. ഈ വിഷയത്തിൽ നമുക്കറിയാം തുടക്കത്തിൽ ദേവസ്വേട്ടൻ സമരം നടത്തിയപ്പോൾ ദേവസ്വേട്ടന്റെ ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് പണം കിട്ടാതെ മരണപ്പെട്ട് ആ ബോഡി വെച്ചുകൊണ്ട് സമരം നടത്തിയപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ അതിന്റെ ചെക്ക് കൊടുക്കാൻ വന്നു. പിന്നീട് വിഷയം രൂക്ഷമായപ്പോ ഈ പറഞ്ഞ മന്ത്രിനെ പിന്നെ കണ്ടിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുശ്ശേരിയിലെ അവസരപ്പെട്ട മരിച്ച കേസ്, അതുപോലെ പല ആളുകളും ചികിത്സയ്ക്ക് ഇത് തന്നെയല്ല. എന്റെ സുഹൃത്തടക്കമുള്ള കൊറ്റയാളപ്പിൽ വിനയൻ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തിന് ചികിത്സയുണ്ട്. അദ്ദേഹത്തിന്റെ ഒക്കെ തുക ഈ ബാങ്കിലേക്ക് എടുക്കാണ്. ഇതൊന്നും തിരിച്ചു കൊടുക്കുന്നില്ല. ഇവർക്കൊന്നും പൈസ കിട്ടാൻ ഒരു മാർഗമില്ലേ. എത്ര കോടിക്കണക്കിന് ഇനിയും കൊടുക്കേണ്ടി വരും. 200 കോടിയോളം രൂപയോളം തിരിച്ചു കൊടുക്കാനുണ്ട്. നിക്ഷേപകർക്ക് ഇൻട്രസ്റ്റും ഇല്ല, അവരെ തുകയും കിട്ടാത്ത ഒരു സാഹചര്യമാണ്. ഇതിന്റെ മുഴുവനും പിന്നിൽ CPM പ്രസ്ഥാനം തന്നെയാണ്. ഇപ്പൊ അവസാനം ഇന്നലെ വന്ന ഒരു ലോക്കൽ ചാനലിലെ ന്യൂസിൽ ഇവിടുത്തെ DYFI ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത് പണ്ടുണ്ടായിരുന്ന TR സുനിൽകുമാർ ആണെന്ന് പറയുന്നു. TR സുനിൽകുമാർ ആരായിരുന്നു? CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു, ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വളപ്പായ സതീശനടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ എവിടേക്ക് ഇവർ ലോൺ കൊടുക്കാത്ത എറണാകുളത്ത് അവസാനം ചന്ദ്രനിൽ വരെ ലോൺ കൊടുത്ത കഥകളാണ് ഇവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. രാജേട്ടൻ ഈ ബാങ്കിൽ പോയിട്ടില്ല, ആ രാജേട്ടന്റെ പേരിൽ വരെ ലോൺ. ഇവിടെ മൂർക്കാട് ഒരു സ്വദേശിനിയുടെ ഒരു ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. പക്ഷെ ആ സ്വദേശിനി ലോൺ തിരിച്ചടക്കാൻ ചെല്ലുമ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അനധികൃത വായ്പകൾ വീണ്ടും എടുത്തിട്ടുള്ളത്. അപ്പൊ TR സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമല്ല, അതും സഖാവായിരുന്നു, ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തമായിട്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ലോണുകൾ പാസ്സായിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഒരു പാർട്ടി ഓഫീസ്, കരുവന്നൂർ ഒരു പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ട് സ്ഥലം വാങ്ങിയ കേസ്, അതുമായി ബന്ധപ്പെട്ടത് ആരുടെ തുകയാണ്? എത്ര അക്കൗണ്ടുകളാണ് സഹകരണ ബാങ്കിൽ? ഒരു പാർട്ടിക്ക് പല പേരിലും B അക്കൗണ്ടുകൾ, അങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റുക? നമുക്കൊരു സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാരണ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയി എന്തൊക്കെ വേണം? ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, അതിന്റെ KYC ഒക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും KYC ഉണ്ടോ? 7 അക്കൗണ്ടുകളാണെന്ന് പറയുന്നത്, വ്യാജ അക്കൗണ്ടുകളാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേരിൽ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിനകത്തുള്ളത്. അത് എവിടുന്ന? അതിൽ വരുന്ന ഫണ്ടുകൾ എവിടുന്ന? ഈ ലോണുകൾ പാസ്സാക്കി കൊടുക്കുമ്പോൾ അതിനുള്ള കമ്മീഷനല്ല ആ ഫണ്ടിൽ, അതിലേക്ക് വരുന്ന ഫണ്ടുകൾ. ആ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടില്ല ഇവർ പാർട്ടി ഓഫീസും അതുപോലെയുള്ള സ്ഥലവും വാങ്ങിയത്. ഇത് വ്യക്തമായി അന്വേഷിച്ച ED റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. അപ്പോഴാണ് ഇന്നലെ നമുക്ക് കലുങ്ക് സംവാദം നടന്നപ്പോൾ പോലെ ആനന്ദവല്ലി ചേച്ചിയെ പോലെയുള്ള ആളുകൾ, അമ്മമാര് പാവം മറ്റു വീടുകളിലൊക്കെ പണിക്ക് പോയിട്ട് ഉണ്ടാകുന്ന സമ്പാദ്യമാണ്. അദ്ദേഹത്തിന്റെ 2 ലക്ഷം രൂപ ഈ നാളിതുവരെ ആവശ്യങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത സാഹചര്യമാണ്. അതാണ് ആ വല്യമ്മ അവിടെ വന്ന് പറഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് സുരേഷ് ഗോപി സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് നമുക്ക് ഇവിടുത്തെ മന്ത്രിയുണ്ട്, ഇവിടുത്തെ ആളുകളുണ്ട്, ഈ സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവരെന്തുകൊണ്ട് ED കൈമാറിയ ഈ സ്വത്തുക്കൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലെ ലേല നടപടികൾ നിശ്ചയിച്ചുകൊണ്ട് ലേലം ചെയ്തുകൊണ്ട് അത് ക്യാഷ് ആക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാത്തത്? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ബന്ധപ്പെട്ട വകുപ്പിനെ നിങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ അവസാനമായിട്ട് ഇപ്പോൾ നിലവിലൊരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ പണം ലഭിക്കുക എന്നുള്ളത് സംസ്ഥാന സർക്കാർ ഇതിന് ഈ പണം EDയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇനി കൊടുക്കേണ്ടി വരും. അതിന് പിണറായി സർക്കാർ ചെയ്യും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, പിണറായി സർക്കാർ ചെയ്യേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സമരങ്ങളും കാര്യങ്ങളും നമ്മൾ അതിനുവേണ്ടി ആലോചിക്കേണ്ടി വരും. കാരണം ഒരു കാരണവശാലും ഇത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് കരുവന്നൂര് പഴയ പുറത്തുശ്ശേരി പഞ്ചായത്ത് മേഖലയില്. ടൗൺ ബാങ്കിന്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം, ITC ബാങ്കിന്റെ വിഷയം വന്നപ്പോൾ അവിടെയും സാമ്പത്തിക പ്രതിസന്ധിയാണ്. മൊത്തത്തിൽ പറഞ്ഞ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്.
ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് നിക്ഷേപത്തൊക്കെ തിരിച്ചിടണം. ഇത് നമ്മൾ നിക്ഷേപം ഡെപ്പോസിറ്റ് ചെയ്ത കാശ് മാത്രമല്ല, ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ MDS നടത്തിയിരുന്നു, മന്ത്ലി ഡെപ്പോസിറ്റ് സ്കീം. GDS എന്ന് പറയും, ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം. ഇതിൽ കോടിക്കണക്കിന് രൂപയാണ് ആളുകൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. എന്റെ ബ്രദറിന് വരെ 2 ലക്ഷം രൂപ കുറി വട്ടത്തി കഴിഞ്ഞു കൊടുക്കാനുണ്ട്. അതുപോലെ നിരവധി ആളുകൾക്ക് ഇവരൊക്കെ പൈസ അപേക്ഷ കൊടുത്തിട്ട് കിട്ടാൻ മാർഗില്ല. ഇവര് പറയുന്നത് അവിടെ ചിലപ്പോൾ അപേക്ഷ കൊടുക്കാൻ ചിലപ്പോൾ പറയുന്നത് ഹോസ്പിറ്റൽ കേസ് ഉണ്ടോ അല്ലെ വിവാഹം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് വിവാഹമുള്ള ആളുകൾക്ക് വരെ 10,000 രൂപയാണ് കൊടുക്കുന്നത്. ആ 10,000 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്കറിയാം, മാടായിക്കോണത്ത് ഒരു അംഗനവാടി ടീച്ചർ അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയി ചോദിച്ചിട്ട് പൈസ കൊടുക്കാതെ നമ്മളടക്കമുള്ള ആളുകൾ അവിടെ സമരം ചെയ്തിട്ടാണ് വീണ്ടും 3 ലക്ഷം രൂപ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററായ രാജേഷ് അനുവദിച്ചു കൊടുത്തത്. അപ്പൊ ഇത് തിരിച്ചു കൊടുക്കാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആത്മഹത്യകളും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ മരിക്കുന്ന കേസുകളും അതുപോലെ വിവാഹ സംബന്ധമായുള്ള വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അപ്പൊ സർക്കാർ തന്നെ ഇടപെടണം. സർക്കാർ തന്നെ ഇത് EDയുടെ കയ്യിൽ നിന്ന് ഒരു ചർച്ച നടത്തണം. ബന്ധപ്പെട്ട ED ഡിപ്പാർട്ട്മെന്റായി സഹകരണ ഡിപ്പാർട്ട്മെന്റ് ചർച്ച നടത്തി, മന്ത്രി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തി ഈ സ്വത്തുക്കൾ വാങ്ങി ലേല നടപടികൾ നിശ്ചയിച്ച് ലേലം ചെയ്ത് ഈ പ്രതികളിൽ നിന്നൊക്കെ വസ്തുവകൾ അവരൊക്കെ വിറ്റയച്ചുകൊണ്ട് കാശ് ബാങ്കിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാർ തന്നെ എടുക്കണം. വളരെ നന്ദി കേട്ടോ ഈ പ്രതികരിച്ചു. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കരുവന്നൂർ വിഷയം വീണ്ടും വലിയ രീതിയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് അവിടെയുള്ള നിക്ഷേപകരായിട്ടുള്ള ആളുകൾക്ക് പണം തിരിച്ചു കിട്ടാത്തതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിൽ സംസ്ഥാന സർക്കാർ ഇപ്പോഴും മൗനം തുടരുകയാണെന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ്. CPM ഭരിക്കുന്ന ഒരു ബാങ്ക് കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതിൽ സംശയമില്ല. വരും നാളുകളിൽ കൂടുതൽ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.